ആർത്തിയാണ്, ആർത്തി. ഇങ്ങനെ ഇപ്പം പറയാമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇന്നെത്തിപ്പെട്ട ഒരു പ്രശ്നം, നമുക്ക് ഈ കാണുന്നതൊക്കെ വേണം. വലിയ ബിസിനസ്സുകാരായ ആളുകളുടെ വീടുകളുണ്ടാവും, വലിയ ഉയർന്നു നിൽക്കുന്ന വീട്. സമ്പന്നരായ ആളുകളുടെ സൗകര്യം, അവർ അത് ഹലാലായ സമ്പത്തിലൂടെ ഉണ്ടാക്കിയതാണെങ്കിൽ അത് ആക്ഷേപാർഹമൊന്നുമല്ല. ഹറാമായ സമ്പത്തിലൂടെ ആണെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാവും ചെയ്യും. അതേസമയം സമ്പന്നരുടെ വീട് കാണുമ്പോൾ എല്ലാവരും എനിക്കും വേണം അതുപോലെ ഒരു വീട് എന്ന് കണ്ണുവെക്കുന്നത് ശരിയല്ല, അത് ശരിയല്ല. ഖുർആൻ നമ്മളോടൊക്കെ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്, ലാ തമുദ്ദന്ന ഇലൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. ചിലർക്ക് അള്ളാഹു ദുനിയാവ് കൊടുത്തിട്ടുണ്ടാവും, അത് ചിലർക്ക് നല്ല കൊടുത്തിയായിരിക്കും, ചിലപ്പോൾ ഇടങ്ങേറ് പിടിച്ചു കൊടുക്കുക, അതെന്തോ ആവട്ടെ. ചിലർക്ക് നമ്മൾ ദുനിയാവ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് കണ്ണു വെക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാണുന്നതെല്ലാം ആഗ്രഹിക്കണ്ട. നമ്മൾ നമ്മുടെ വരവിനനുസരിച്ച് ഹലാലായ രൂപത്തിലൂടെ നമുക്കുണ്ടാകുന്ന സമ്പത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങളെ ആഗ്രഹിക്കാവും. അതിനപ്പുറം കാണുന്നതൊക്കെ എനിക്കും അതുപോലൊരു വണ്ടി, ഒരു നല്ല വണ്ടി കണ്ടാൽ ആ വണ്ടി വേണം, പിന്നെ അതിന് ലോൺ എടുക്കാനുള്ള നടത്താം, അങ്ങനെയുള്ള അധികം ആളുകൾ. നല്ലൊരു സമാധാനം, ഞാൻ സമയം നിയന്ത്രിക്കുകയാണ്, നല്ലൊരു ശതമാനം ആളുകൾ കടക്കാരാണ്. കടത്ത് ബാക്കി വെച്ച് മരിച്ചാലും മരണപ്പെട്ടവരുടെ കടങ്ങളെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ ചെറിയ സമയം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല. കടത്തിൻ്റെ ഗൗരവം ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താനായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 രൂപ കടം വെച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാതെ മാറിയുന്നത്.